Hello everyone, welcome to EduPod Class 9. It's me and Nafi. എല്ലാവർക്കും മക്കളെ EduPod 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ സോഷ്യൽ സയൻസ് ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഹിസ്റ്ററിയിൽ 1, 2, 4 ചാപ്റ്റേഴ്സ് ആണ്, ജോഗ്രഫിയിലെ 1, 2, 4 ചാപ്റ്റേഴ്സ് ആണ്. ഈ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏകദേശം എത്ര മാർക്കിനാണ് നിങ്ങളുടെ ഓണം എക്സാമിന് ചോദിക്കുക എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു EduPod Class 9. It's me and Nafi. നിങ്ങൾ ആദ്യം രണ്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തു കഴിഞ്ഞു. രണ്ടാമത്, ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ 80 മാർക്കിനാണ് നിങ്ങൾക്ക് അറിയാം സോഷ്യൽ സയൻസ് ചോദിക്കുക. അതിൽ ഹിസ്റ്ററിയിലെ ഈ 3 ചാപ്റ്റേഴ്സിന് ഏകദേശം ഇത്രയും മാർക്കിനായിരിക്കും എന്ത് വരിക, ക്വസ്റ്റ്യൻസ് വരിക. അതായത് മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ എന്നുള്ള ചാപ്റ്ററിന് 14 മുതൽ ഏകദേശം ഒരു 16 അല്ലെങ്കിൽ 17 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തേക്കാം, ഫസ്റ്റ് ചാപ്റ്ററിന് ചോദിച്ചേക്കാം. മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ടേക്ക് എന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററിന് 14 മുതൽ 17 വരെ മാർക്കിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അതേപോലെ തന്നെ 12 മുതൽ 16 മാർക്കിന് വരെ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങൾ എന്നുള്ള സെക്കൻഡ് ചാപ്റ്റർ എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. മൂന്നാമത്തെ ചാപ്റ്ററിന് 10 മുതൽ 12 മാർക്കിന് വരെ എന്ത് ചെയ്തേക്കാം, നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതോറിറ്റി, ഇന്ത്യ ഭരണഘടന അധികാര വിന്യാസം എന്നുള്ള 4ാമത്തെ ചാപ്റ്ററിന് 10 മുതൽ 12 മാർക്കിന് വരെ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. ഓർത്ത് വെച്ചിട്ടോ. ഇനി നമ്മൾ ജോഗ്രഫിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്നുള്ള ചാപ്റ്ററിന് 13 മുതൽ 18 മാർക്കിന് വരെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് അഥവാ ലോകത്തിന് നെറുകയിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്തേക്കാം, അത്ര മാർക്ക് ചോദിച്ചേക്കാം. ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 14 മുതൽ 17 മാർക്കിന് വരെ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ചോദിച്ചേക്കാം. ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 9 മുതൽ 13 മാർക്കിന് വരെ എന്ത് ചെയ്തേക്കാം, മൂന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്, മാനവ വിഭവശേഷി രാജ്യ പുരോഗതി ചാപ്റ്റർ നമ്പർ 4, അതായത് 3 ചാപ്റ്റർ ഉണ്ടായാലും ശരിക്കും നമ്പർ എത്രയാണ്, 4 ആണ് അല്ലേ? അപ്പോൾ ചാപ്റ്റർ നമ്പർ 4 ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്, മാനവ വിഭവശേഷി രാജ്യ പുരോഗതിക്കായി എന്നുള്ള 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 9 മുതൽ 13 മാർക്കിന് വരെ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനൊക്കെ നോട്ടുകൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്, ഇതിനൊക്കെ ക്ലാസ്സുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇതൊക്കെ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം, EduPodൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്. ഈ ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മൾ സെറ്റാക്കി തരും. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾ, സ്റ്റഡി ടിപ്പ്, പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയാണ്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റാകും, ജില്ലാകും, സൂപ്പറാകും, അടിപൊളിയാകും. നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓണം എക്സാം ഈസി ആവട്ടെ. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം 9ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ ഇത്രയും മാർക്കിനാണ് ഓണം എക്സാമിന് 9ാം ക്ലാസ്സിൽ ചോദിക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.